രോഗശൈലിനും രേണുവിനെ വിടാതെ വിമർശനങ്ങൾ. ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന് ഉറപ്പായതിൽ പിന്നെ തന്നെ വിമർശിക്കുന്നവരുടെ എണ്ണത്തിൽ രേണുവിന് അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തലവട്ടം കണ്ടാൽ ഉടനെ തന്നെ തെറിവിളിക്കുമായി എത്തുകൊണ്ടിരുന്നവരെല്ലാം രേണുവിൻ്റെ രോഗം മാറി പഴയതുപോലെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ച ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും പല രീതിയിലുള്ള വിമർശനങ്ങളാണ് ആളുകൾ എത്തുന്നത്. എന്നാൽ ഒരു വ്യക്തിയെ ഈ അവസ്ഥയിലും ഈ രീതിയിലും അതിഭീകരമായി മലയാളികൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഈ രീതിയിൽ പ്രതികരിക്കാൻ ആകുമോ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകളാണ് ഇപ്പോഴും രേണുസുധിയുടെ പോസ്റ്റിന് താഴെ വരുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കീമോ ചെയ്യാനായി പോകുന്നതിനെക്കുറിച്ച് റേണു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൻ്റെ താഴെയായി ഏറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നെഗറ്റീവ് കമൻറ്റുകൾ തലപൊക്കി തുടങ്ങിയത്. ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും ഓരോ പോസ്റ്റിന് താഴെയും നെഗറ്റീവ് പറഞ്ഞ ഒരാളെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ആളുകൾ കമൻറ്റുകളുമായി എത്തി. അത്തരത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് മകൻ്റെ ഒപ്പം പങ്കുവച്ച ഒരു വീഡിയോയ്ക്ക് താഴെയാണ് വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ എത്തിയിരിക്കുന്നത്. ഋതുൽ എന്ന ഋതപ്പൻ അമ്മയെ കാണാൻ വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് താരം പങ്കുവച്ചത്. ഋതപ്പൻ എന്നെ കാണാൻ വന്നപ്പോൾ എന്നാണ് രേണു വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയത്. ഇതാണ് ഇപ്പോൾ ആളുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഡയമണ്ട് കേസിലെ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ടായി വെച്ചുകൊണ്ട് വീഡിയോ പങ്കിട്ടതോടെ ആളുകൾ വലിയ രീതിയിൽ വിമർശിക്കുന്നു. മകനെയും അഭിനയിക്കാൻ പഠിപ്പിക്കുകയാണോ എന്നാണ് ഒരാൾ ചോദിച്ചത്. നീ എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ എല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്? എത്രയോ പാവപ്പെട്ടവർ ക്യാൻസറായി കിടക്കുന്നത് ആരും തുണയില്ലാതെ തിരിഞ്ഞു നോക്കാതെയുമില്ലാതെ നീ എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്? മറ്റു ചിലർ മകനെ വെച്ച് ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്നാൽ ഒരാൾ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യിടുന്നവരെയും ആളുകൾ കുറ്റം പറയുന്നുണ്ട്.